ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു മത്തങ്ങ എടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി, പിന്നെ ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളകാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്ത് നന്നായി അത് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മത്തങ്ങ അധികം വേവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മൾ ജസ്റ്റ് കറി വെക്കാനായതുകൊണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതായിരിക്കും നമുക്ക് ടേസ്റ്റ്. മത്തങ്ങ അങ്ങനെ ഏകദേശം ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ വറുത്തെടുത്ത് നമുക്ക് അത് മൂന്നൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടയാത്ത രീതിയിൽ വേണം നമ്മൾ എല്ലാം ഒന്ന് ഇളക്കാൻ. കാരണം കറിക്കായതുകൊണ്ട് ഒരുപാട് ഉടയരുത്. ഇനി ഇതിലേക്ക് അല്പം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. കാരണം ഇതായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ കറിയുടെ ടേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചേർക്കണം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് അല്പം കായപ്പൊടിയും അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മത്തങ്ങാപ്പുളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.